ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. സോ ഈ സെഷനിൽ നമ്മൾ ജോമെട്രിക് സീരീസ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? എന്താണ് സീരീസ് എന്ന് പറഞ്ഞു. സീരീസ് എപ്പോഴാണ് കൺവെർജൻ്റ് ആവുക? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവെർജൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സീരീസ് കൺവെർജൻ്റ് ആണ് എന്ന് പറയും. അങ്ങനെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ദെൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കണ്ടുപിടിച്ച് അത് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ 2-3 എക്സാമ്പിൾസ് ഫോർ സീരീസ് കണ്ടു. കൺവെർജൻ്റ് ആയിട്ടും ഡൈവർജൻ്റ് ആയിട്ടുള്ള സീരീസുകൾക്ക് ചില എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ജോമെട്രിക് സീരീസ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഈ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ അനാലിസിസിൽ വളരെയേറെ റോളുള്ള ഒരു സീരീസാണ്. ഓക്കെ, അതുമാത്രമല്ല നമുക്ക് പല ഫീൽഡുകളിലും, അതായത് ഫിനാൻസ് അങ്ങനെയുള്ള പല ഫീൽഡിലും ഒരുപാട് കണ്ടുവരുന്ന ഒരു സീരീസാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ജോമെട്രിക് സീരീസ് എന്ന് പഠിക്കാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക് സീരീസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതെപ്പോഴാണ് കൺവെർജൻ്റ് ആവുക? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ജോമെട്രിക് സീരീസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ജോമെട്രിക് സീരീസ്? ജോമെട്രിക് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ദ ഫോം സമ്മേഷൻ ഓവർ n a r raised to n-1, r power n-1. Here n varies from 1 to infinity. So when we give value to n ന് 1 എന്ന് വാല്യൂ കൊടുത്താൽ we will get a. Then the next term will be ar. The next term will be ar square plus etc. This is our geometric series. Okay, ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്ന a എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസിനെ നമ്മൾ വിളിക്കും ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ r. ഇതിൻ്റെ കോമൺ ഈ r എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ജോമെട്രിക് സീരീസിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ജോമെട്രിക് സീരീസ് കൺവെർജൻ്റ് ആവുക, എപ്പോഴാണ് അത് ഡൈവർജൻ്റ് ആവുക. ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അതൊരു തിയറമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ the theorem says that if absolute value of r is less than 1, then the geometric series, എന്താണ് ജോമെട്രിക് സീരീസിൻ്റെ ജനറൽ ഫോം? ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ജോമെട്രിക് സീരീസിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity a r power n-1. Okay, this converges. So whenever the common ratio has absolute value less than 1, the geometric series converges. Okay, and convergent ആണെങ്കിൽ its sum, convergent ആണെങ്കിൽ അതിനൊരു സം ഉണ്ടാവുമല്ലോ. ആ സമ്മ് എന്ന് പറയുന്നത് this will be a by first term divided by 1 minus r ആയിരിക്കും. So whenever the absolute value of common ratio r is less than 1, corresponding geometric series will converge. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഒരു ജോമെട്രിക് സീരീസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ റേഷ്യോ എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. ഇനി
ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ദെൻ ഈ ജോമെട്രിക് സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. So this will diverge. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. സോ നമുക്കിതൊന്ന് നോക്കാം, ഇത് ശരിയാണോ, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ജോമെട്രിക് സീരീസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവർജൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവർജൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ദ nth പാർഷ്യൽ സം. ഓക്കെ, സോ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. പ്രൂഫ് nth പാർഷ്യൽ സം എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. Sn is a പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AR raised to n minus 1. This is our Sn. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് R. So we will get R product of R and Sn is equal to AR plus AR square plus AR cube plus etc plus AR power n. Okay, now what will be Sn minus, so subtract this Sn minus Rsn. So you will get Sn is this, ഇതിൽ നിന്ന് നമ്മൾ Rsn സബ്ട്രാക്ട് ചെയ്യുക. Rsn സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AR ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ദെൻ AR സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ AR ക്യൂബ് ഉണ്ടാവും, ഇവിടുത്തെ AR ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു AR raised to n minus 1 ഉണ്ട്. ഇവിടുത്തെ AR raised to n-ന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതുപോലെ AR raised to n minus 1 ഉണ്ടാവും, അതും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് ആരൊക്കെ ബാക്കിയുണ്ടാവും? A മൈനസ് AR raised to n, ഇതാണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ Sn is കോമൺ. സോ ദിസ് ഇസ് 1 മൈനസ് R ഇൻറ്റു Sn. ദിസ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R പവർ n. ഓക്കെ, സോ വാട്ട് ഇസ് Sn? Sn is A ഇൻറ്റു 1 മൈനസ് R പവർ n ബൈ 1 മൈനസ് R. ഇനി അടുത്തതായിട്ട് നമ്മൾ ലിമിറ്റ് ഓഫ് R പവർ n എന്താണ് ലിമിറ്റ് ഓഫ് R പവർ n? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് R ലെസ് ദാൻ 1 ആണ്. ഇഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് R ഇസ് ലെസ് ദാൻ 1, ദെൻ നമുക്ക് ലിമിറ്റ് ഓഫ് R പവർ n എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. 1/2 ആലോചിച്ച് നോക്കുക. 1/2 സ്ക്വയർ 1/2 ക്യൂബ്, ഇറ്റ് കൺവേർജസ് ടു 0. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാനിനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, ഈ സ്റ്റാർ എന്നുള്ള ഈക്വാലിറ്റി. സോ വാട്ട് ഇസ് ലിമിറ്റ് ഓഫ് Sn ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി? ഇവിടെ n വരുന്നത്, Snൽ n വരുന്നത് ഈ ഒരു ടേമിൽ മാത്രമാണ്. R പവർ n എന്നുള്ള ഈ ഒരു ടേമിൽ മാത്രമാണ് നമുക്ക് ഈ n വരുന്നത്, ബാക്കി എവിടെയും നമുക്ക് n ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് A ബൈ 1 മൈനസ് R അങ്ങനെ തന്നെ ഉണ്ടാവും, ഇൻറ്റു 1 മൈനസ് ലിമിറ്റ് ഓഫ് R പവർ n ആസ് n goes to ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് A by 1 minus R into 1 minus 0. So it is
a by 1 minus r. So the sequence of partial sums converges to a by 1 minus r if absolute value of r is less than 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a r പവർ n മൈനസ് 1, ഈ സം എന്ന് പറയുന്നത് a ബൈ 1 മൈനസ് r ആണ് ഇഫ് absolute value of r is less than 1. ഇനി if absolute value of r is greater than 1, അപ്പോൾ ഇവിടെ എസ് എൻ എന്താണ് എന്നുള്ളത് വരെ നമ്മളിവിടെ എസ് എൻ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാർ എന്നുള്ള ഈ ഇക്വേഷനിൽ എസ് എൻ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ എസ് എൻ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആർ ലെസ് ദാൻ 1 എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടില്ല. സോ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് ആർ, എസ് എൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് എസ് എൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം. സോ ഞാനിവിടെ വീണ്ടും നോക്കുകയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് ആർ പവർ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് ഓഫ് എസ് എൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എസ് എന്നിൻ്റെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ജോമെട്രിക് സീരീസ് സമ്മേഷൻ എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഇസ് ഡൈവർജൻറ്റ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവർജൻ്റ് ആണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് സീരീസ് ഡൈവർജൻ്റ് ആവുകയുള്ളൂ, കൺവർജൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സീരീസും ഡൈവർജൻ്റ് ആയിരിക്കും. ഇനി ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവർജൻ്റ് ആണെന്നും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവർജൻ്റ് ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാൾക്കാർ ബാക്കിയുണ്ട്. ആരൊക്കെ? ആർ ഈക്വൽ ടു 1. ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? സോ നമ്മുടെ സീരീസ് എന്താണ്? നമ്മുടെ എസ് എൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എസ് എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ആർ is again a plus ar square is again a etc. ar raised to n minus 1 it is again a. So this is n times a. ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താവും? ആസ് ലിമിറ്റ് n tends to infinity എസ് എന്നിന് എന്താണ് സംഭവിക്കുക? n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ എന്നും ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. സോ ദിസ് ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ വീണ്ടും നമ്മുടെ സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും ഒരു ടേമും കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആർ ഈക്വൽ ടു -1. വാട്ട് ഹാപ്പൻസ് ഇഫ് ആർ ഇസ് ഈക്വൽ ടു -1? അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? എ പ്ലസ് എ ആർ വിൽ ബി -a plus ar square will be plus a, again plus ar cube will be minus a plus minus etc. അങ്ങനെ നമുക്ക് എസ് എന്ന് പറയുമ്പോൾ -1 ടു ദ പവർ n മൈനസ് 1 ഇൻറ്റു എ, ഇതായിരിക്കും അവിടെ ലാസ്റ്റ്. അപ്പോൾ ഈ സീക്വൻസ് എസ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ടേം വിൽ ബി എ S1, S2 will be a minus a, 0. S3 will be a minus a plus a. Then again you will get 0. ഇതാണ് നമ്മുടെ സീക്വൻസ് എസ് എൻ ആവുക. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. സോ ലിമിറ്റ് n tends to infinity എസ് എൻ does not exist. ഓക്കെ, അപ്പോൾ എപ്പോൾ മാത്രമേ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? കൃത്യമായിട്ട് നമുക്ക് പറയാം, ജോമെട്രിക് സീരീസ് കൺവേർജസ്
only when absolute value of r is less than 1. Okay, and it diverges if absolute value of r greater than or equal to 1. So നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അടുത്ത സെഷനിൽ നമുക്ക് ചെയ്യാം. സോ ഇത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ജോമെട്രിക് സീരീസ് എന്താണ്, അതിൻ്റെ കൺവെർജൻസ് എപ്പോഴാണ് സംഭവിക്കുക, ഈ കൺവെർജൻസ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വേണം. ഫൈൻഡ് കോമൺ റേഷ്യോ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ diverges. Okay, so study well. All the best.